ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ദേവദാസന്മാർ, സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ജോസഫ് എന്നാണ്. എൻ്റെ സ്വദേശം കുരീക്കാട് ചോറ്റാനിക്കര സ്ഥലത്താണ്. ഞാൻ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലാണ് ആരാധനയ്ക്ക് പോകുന്നത്. ഞാൻ ഒരു വാഹനം ഓടിക്കുകയാണ്, ഗുഡ്സ് വണ്ടി ഓടിക്കുന്നു. ഞാൻ വിവാഹിതനാണ്. വൈഫിൻ്റെ പേര് രാധിക. പാലക്കാട് കൊല്ലങ്കോട് ദേശത്ത് നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. ഒരു എഫ്രൈമും മനേഷ്യയും എന്നാണ് വിട്ടേക്കണം. 5 വയസ്സും 2 വയസ്സും. ഞങ്ങളേറിയ സന്തോഷത്തിലായിരിക്കുന്നു. എനിക്ക് അമ്മയുണ്ട്, എനിക്ക് 2 ചേട്ടന്മാരുമാണുള്ളത്. ഞങ്ങൾ വിശ്വാസത്തിലാണ്. അമ്മ ചർച്ചിൽ വരുന്നുണ്ടെങ്കിലും സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു ദൈവകൃപയിൽ തന്നെ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വെറുതെ വരുന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ സ്നാനപ്പെടണമെന്നൊക്കെ പറഞ്ഞ ആഗ്രഹത്തിലേക്ക് നിൽക്കുന്നു. പക്ഷെ എന്നാലും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വാസത്തിലേക്ക് വരാനുണ്ടായത് കാരണം എൻ്റെ അപ്പൻ ചെറുപ്പത്തിലെ ഇങ്ങനെ പ്ലാവേന്ന് വീണിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരെയും ചെറുപ്പത്തിൽ തന്നെ ഒരു അനാഥാലയത്തിൽ നിന്നാണ് ഞങ്ങൾ 3 പേരും പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ 10ാം ക്ലാസ് വരെ അവിടെ പഠിപ്പിക്കുകയുള്ളായിരുന്നു. ഞങ്ങൾ 2 ചേട്ടന്മാരും അങ്ങനെ കൽപ്പണിയും വാർക്കപ്പണിക്കൊക്കെ ആയിട്ട് ഇറങ്ങി. ഞാനും പഠിച്ചു കഴിഞ്ഞപ്പോൾ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഒന്ന് പറഞ്ഞു തരാനോ ഒന്നങ്ങനെ ബന്ധുക്കാരൊന്നും ആരും മുന്നോട്ട് വന്നില്ല. ഞാനും വാർക്കപ്പണിക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ ആ ഒരു മദ്യത്തിൻ്റെ ഒരു ഇതിലേക്ക് തന്നെ വാർക്കപ്പണിക്ക് ഇറങ്ങിയാൽ മിസ്റ്റർ മെഷീൻ ഓപ്പറേറ്ററായിട്ടൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മദ്യത്തിൻ്റെ ഇതിലായിട്ട് നടന്നു. അങ്ങനെ അനേക കൂട്ടുകാരും ഒക്കെ ഉണ്ടായി. അങ്ങനെ പല പരിപാടിക്കൊക്കെ പോയി. ഇങ്ങനെ എന്താ പറയുക, മദ്യത്തിൽ നടന്ന് പല കേസുകൾ, അടിപിടി കേസുകളിലൊക്കെ ആയിട്ടൊക്കെ നടക്കുമായിരുന്നു. പിന്നെ 2ാമത്തെ ചേട്ടനാണ് യേശുവിനെ ആദ്യം പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങനെ മൂത്തയേട്ടന് പറഞ്ഞു. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചർച്ച്. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥനയും ദൈവദാസന്മാരുടെ വചനമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനൊക്കെ ഉണ്ടായി. പക്ഷേ ഞാനൊന്നും കേട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് നേരത്തെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അന്ന് ആദ്യമേ ഇത് സ്വീകരിച്ചായിരുന്നെങ്കിൽ ഞാനിന്ന് ദൈവം എന്നെ ഇതിലേക്ക് എത്തി. ഞാനിപ്പോൾ 8-9 വർഷമായിട്ടുള്ളൂ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട്. എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ 2ാമത്തെ ചേട്ടൻ്റെയും ഇത് ഒരു കേസിൽ അകപ്പെട്ടു പോയി ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ എൻ്റെ നിരപരാധിയായ എൻ്റെ ചേട്ടൻ ഞാൻ കാരണം ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ തുടർന്ന് വിവാഹമൊന്നും നടക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് വന്നു. ശിക്ഷ ഈ വിശ്വാസത്തിലായിരുന്നപ്പോൾ പോലും ലഭിക്കാതെ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ചേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയതാണ്. ഞാനിങ്ങനെ കല്ലൂർ പള്ളിയിലും ശബരിമലയ്ക്കും ഒക്കെ നിരന്തരമായി ഞാനിങ്ങനെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പോയി കല്ലൂർ പോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ ദൈവദാസന്മാരുടെ അവിടെ പോയി മാലയിടുകയും തീ കത്തിക്കുമ്പോഴൊക്കെ ദൈവദാസന്മാരുടെ ഒരു ഇങ്ങനെ വചനത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നു. അത് മാലയിടുന്നുള്ള ഒരു പ്രയോജനമില്ല, തീ കത്തിക്കുന്നൊരു പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ നിരന്തരം ആൾക്കാർ വന്ന് ഭയങ്കര സാക്ഷ്യമൊക്കെ പറയുന്നു. പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാനിത് ഒഴിവാക്കി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വിവാഹം നടന്നു പാലാ ചർച്ചിൽ. പിന്നെ വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളായി. അപ്പോഴും ഞാനിങ്ങനെ മദ്യത്തിലിങ്ങനെ നടന്നു. അങ്ങനെ ചേട്ടത്തെയായിട്ട് എന്തോ ഒരു പ്രശ്നത്തിൽ ഭയങ്കര ഉടക്കും ബഹളം വന്നു. അപ്പോൾ ഒരു ദൈവദാസൻ പെട്ടെന്ന് രാത്രിയിൽ വന്ന് ബഹളമുണ്ടാക്കി വീട്ടിൽ വന്ന് ഇതായി. അപ്പോൾ ഞാൻ നല്ല മദ്യത്തിലായിരുന്നു. ആ ദൈവദാസനെ തല്ലാനിട്ട് ഓടിച്ച് ഞാൻ ആ ചർച്ചിൽ കയറ്റി. ചർച്ചിൽ ഓടിക്കയറി. ചർച്ച് ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് പുള്ളി രക്ഷോട്ട് ഓടിക്കയറി. വേറൊരു ദൈവദാസൻ എന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ ഒരു ദൈവദാസനെ തല്ലാനായിട്ടിങ്ങനെ ഓടിച്ചു. എന്തോ ഉന്തും തള്ളമൊക്കെ ഉണ്ടായി. അപ്പോൾ നേരം വെള്ളം കെട്ടിറങ്ങിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഒരു ദൈവദാസനെ തല്ലാൻ മനസ്സിൽ, കാരണം ഞാൻ ഒരു ദൈവത്തോടുള്ള സ്നേഹം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദൈവദാസനെ തല്ലാനായിട്ട് ഒരു പ്രായമൊരു പുള്ളിയായിരുന്നു. ഞാനായിട്ട് ഓടിച്ചോ ഇങ്ങനെ തള്ളിയെന്നൊക്കെ ഭയങ്കര ഒരു ഇതായി. അപ്പോൾ ഞാൻ ഈ നശിച്ച വെള്ളം കൂടി എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബിജു സഹോദരൻ എന്നെ ഇങ്ങനെ പൂക്കാട്ടുപടിയിൽ ധ്യാനത്തിന് കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ഞാൻ യേശുവിനെ അറിയാനും ഇടയായി. അവിടെ വെച്ച് ഞാൻ കുറേ 3 ദിവസം ഈ ധ്യാനത്തിന് പോകുന്നതിന് 3 ദിവസം മുമ്പ് ഞാൻ മദ്യം നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ളതിലുകൊണ്ട് ഞാനൊരു 6 ലിറ്റർ മദ്യം മേടിച്ച് ആ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഓരോ ലിറ്റർ വെച്ച് കുടിച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ 1 ലിറ്റർ എനിക്കിങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വരും. അവന് 1 ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് ചിലവാക്കും.
അപ്പോൾ അവന് വേണ്ടിയിട്ട് മാത്രമേ എനിക്കൊരു ബാധ്യത ഉണ്ടായുള്ളൂ. അവന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അവനോട് ഉണ്ടായിരുന്നു ആ ഒരു ലിറ്റർ, അവസാനത്തെ ഒരു ലിറ്റർ അവനായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ കുടിക്കില്ല, ഞാൻ നിർത്തുവാണ്, ഞാനൊരു ധ്യാനത്തിന് പോവാം, അപ്പോൾ അതുകൊണ്ട് നീ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ നിന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, നിനക്ക് കൂടിയൊന്നും ഒരാഴ്ച, നിനക്ക് പെണ്ണ് കെട്ടാനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലും ഇതൊക്കെയായിട്ട് പറഞ്ഞു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ നേരെ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പിന്നെ പോകണമെന്നില്ല അറിയാതായി. അപ്പോൾ പുള്ളി വണ്ടിയായിട്ട് വന്നപ്പോഴത്തേന് ആ വണ്ടിയിലൊരു 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ മുടി നീട്ടിയോടെടുത്തതും ജട പിടിച്ചതും താടിയൊക്കെ അവരെ കണ്ടത് തന്നെ നമുക്കറിയാം കഞ്ചാവ് ഇതൊക്കെയാണ്. പക്ഷെ ഇവരുടെ കൂടെ വന്നപ്പോൾ ഞാൻ ഇവരുടെ കൂടെയാണോ പോണേ, ഇനിയിപ്പോൾ നമ്മളെ വല്ല മയക്ക് വെടിവെക്കാനാണോ, എന്തോ ഒരു ഇഞ്ചക്ഷനാണോ അതൊക്കെ വന്ന് കേട്ടിട്ടുണ്ട്. കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കണത് കേട്ടിട്ടുണ്ട് മദ്യപാനം നിർത്താനൊക്കെ. എനിക്കൊരു ഭയമായി, ഇവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകണം എന്താണെന്നുള്ളൊരു ഇതായി. അപ്പോൾ ഇവരുടെ കൂടെ വന്നപ്പോൾ ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോന്നു. ലാസ്റ്റ് നിർബന്ധിച്ച് എന്നെ ഇതിലേക്ക് കൊണ്ടുപോയി. എന്നാലും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് മദ്യപാനം നിൽക്കണമെന്ന്. അങ്ങനെയാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. ഞാൻ വന്ന അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് എൻ്റെ കൂടെ 6 പേരുണ്ടായിരുന്നു. 6 പേരിൽ 3 പേര് വൈകുന്നേരം ചാടിപ്പോയി, ബാക്കി 3 പേരുണ്ടായിരുന്നു. മൊത്തം 10-65 പേരുണ്ട്. എൻ്റെ കൂടെ വന്നതിൽ 3 പേര് ചാടിപ്പോയി. പിറ്റേ ദിവസം അപ്പോൾ എനിക്കും ഭയങ്കര ഇരിക്കാൻ പറ്റണില്ല. കാരണം ഈ 6 ദിവസം ഈ 1 ലിറ്റർ അടിച്ചതിൻ്റെ ഹാങ് ഓവർ മാറുന്നില്ല. ഇന്ന് ഈ കൈയും കാലൊക്കെ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ തന്നെത്താനെ കുടിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അത്ര വിറച്ച് പോകുമായിരുന്നു, അതുപോലത്തെ കുടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കാനായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ അവനെ പിടിച്ച് നിന്ന്. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ എൻ്റെ കൂടെ വന്ന 3 പേരും ചാടിപ്പോയി. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടത്തിൽ വന്നത്. അപ്പോൾ ഞാനും കൂടെ എങ്ങനെയെങ്കിലും ചാടാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് എനിക്കിത് നിർത്തണം എങ്ങനെയെങ്കിലും. അത് കാരണം ഞാനിവിടെ പിടിച്ച് നിൽക്കാം. ഇനി വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്നെക്കൊണ്ട് ഭയങ്കര ശല്യമാണ്. അപ്പോൾ അതും ഞാനങ്ങ് ചെന്നാലും പിന്നെ ഞാൻ ഈ ധ്യാനത്തിന് നിർത്തുകയെന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. ഇനി അങ്ങോട്ട് എങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോണേന്നൊക്കെ ഓർത്ത് ഞാനവിടെ പിടിച്ചു നിന്നു. 3 ദിവസം എങ്ങനെയാണ് അവിടെ ഇരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരു കണക്കിനവിടെ പിടിച്ച് നിന്നു. വചനമൊക്കെ പറയുമ്പോൾ എനിക്ക് ഉറക്കമൊന്നും ഒരു രക്ഷയില്ല. എഴുന്നേറ്റ് പോകാനും സമ്മതിക്കണില്ല. അവിടെ ഇരുന്ന് ഇതായി. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിലായിരുന്നു വെച്ചാൽ. അപ്പോൾ ഒരു പോൾ എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്. ആ ദേവദാസൻ, അപ്പോൾ ഞാനിങ്ങനെ ഇടിവളയും ചങ്ങലയൊക്കെ ഇട്ടൊക്കെയാണ് ഇരിക്കണേ. അപ്പോൾ പുള്ളി ആ ബ്രേസ്ലെറ്റ് ഒരാളിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ മൊത്തം ഉറക്കം തൂങ്ങുക. ഈ തൊട്ടടുത്ത് ഫ്രണ്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അപ്പം ഇങ്ങനെ വചനമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ചാണ് എനിക്കൊരു വാക്യം ഇങ്ങനെ പുള്ളി പറഞ്ഞ വാക്യം ഇതായി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ഈ വചനം എന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ഇതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ഇതൊക്കെ പുള്ളി അത് വിവരിച്ചപ്പോൾ എന്നെ അന്ന് വിവരിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്താണെന്ന് അറിയാം, മേലൊക്കെ ഇങ്ങനെ പൂത്ത് കയറണ പോലെ എനിക്ക് പ്രത്യേകം എന്തൊരു പവർ കയറി ഇങ്ങനെ വന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്ക് ശരീരത്തിന് എന്തോ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ എൻ്റെ ആ ക്ഷീണം അങ്ങ് മൊത്തം പെട്ടെന്നങ്ങ് മാറി. കാരണം അത്രയും ദിവസം കൊണ്ടൊരു ക്ഷീണം എന്ന് വെച്ചാൽ വേറെ എന്തോ ഒരു സ്പിരിറ്റ് എൻ്റെ ഇതിൽ കയറിയ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അവിടെ നിന്നിങ്ങനെ ഇത് അറിയാം. അപ്പോൾ എന്നെ ഇങ്ങനെ മരണത്തിൻ്റെ കുറേ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ കാണിച്ചു തരിക. കാരണം ഞാൻ ഈ മിക്സർ മെഷീൻ ഓപ്പറേറ്ററായിട്ടാണ് നിന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ പെട്ടിവണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ ഈ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ചേട്ടൻ ഒരു പെട്ടിവണ്ടി വാങ്ങി തന്നു. നീ വാർക്കപ്പണിക്ക് പോകണ്ട, ഈ വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കുറച്ചാൾ ഓടിക്കാതെ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് നടന്നപ്പോഴത്തേനും പിന്നെ വൈകുന്നേരം വണ്ടി ഒതുക്കിയിട്ടിട്ട് വെള്ളം കൂടിയായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരൂടെ നല്ലോണം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി വെള്ളം അടിച്ചുകൊണ്ട് തന്നെ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ആ സമയത്തും ഇങ്ങനെ ഇങ്ങനെ ഊതിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 2500 രൂപ പിഴയും കാര്യങ്ങളൊക്കെ തരണം. പക്ഷെ എന്നെ മാത്രം ഇതുവരെ വണ്ടി ഓടിച്ച് പിടിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് ഓടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഭയങ്കര പ്രാർത്ഥന, ഇവരൊന്ന് പിടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരം വെളുത്ത് പിറ്റത്തേക്ക് നോക്കണം എൻ്റെ പെട്ടിവണ്ടി ഉണ്ടോയെന്നാണ് നോക്കണം. കാരണം എനിക്ക് ഓർമ്മയില്ല എങ്ങനെ വന്നതെന്നുള്ളത്. ആൾക്കാർ പലതും വിളിച്ചു ചോദിക്കും, വണ്ടി ഉണ്ടോ എന്നൊക്കെ, നീ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ, അതുപോലെ കുടിച്ചിട്ടാണ് ഇത് വരുന്നത്, എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാനിപ്പോഴും അത്ഭുതമാണ്. ദൈവമായത് കാരണം ഞാൻ പണ്ടേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് പോകേണ്ടതായിരുന്നു അങ്ങനെ നിന്നായിരുന്നെങ്കിൽ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അവിടെ ആ വചനത്തിൽ നിന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ ഒരു ചിന്തകൾ ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നു. എന്നെ പല വിടിവിച്ച കാര്യങ്ങളും രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ ദൈവം എന്നെ ഇങ്ങനെ അവിടെ വെച്ചാൽ കാണിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ മദ്യപിക്കില്ല, ഞാൻ ഈ യേശുവിനെ ഞാൻ പ്രാർത്ഥിക്കും കാര്യങ്ങളും. പക്ഷെ അവിടെ വെച്ച് ഒരു തീരുമാനവും എടുത്തു, ഞാൻ ഈ പെന്തിക്കോസിന് പോകില്ല, ഈ ബൈബിൾ ഞാൻ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനവും കൂടി ഞാൻ അവിടെ നിന്ന് എടുത്തു. അവിടെ നിന്ന് ഞാനിങ്ങനെ പോന്നു. പക്ഷേ ഞാൻ യേശുവിനെ പിൻപറ്റും, പ്രാർത്ഥിക്കും, മദ്യപിക്കില്ല, ഇങ്ങനെ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ വെളുപ്പിന് 5:30 ആയപ്പോൾ വീട്ടിൽ വന്നിരിക്കുക. ഞാൻ എഴുന്നേക്കണതിന് മുമ്പാട് പുള്ളി വന്ന് നിൽക്കുക. എന്നിട്ട് പറഞ്ഞ് ഞായറാഴ്ച വന്നിട്ട് അപ്പോൾ ഞാൻ
ഇങ്ങനെ നേരം എടുത്ത് വിട്ട് പോകുന്ന പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടാണ് 5:30 തൊട്ട് തന്നെ പുള്ളി അവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ ഒന്ന് പുള്ളി പറഞ്ഞു പിന്നെ ആരാധനയ്ക്ക് വരണം, അവിടെ പിന്നെ നിൻ്റെ അവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയണം, അവിടെ ഉള്ളവരൊന്നും കുറേ പേരെയൊക്കെ ഇതുപോലെ വചനം കേൾക്കാനുള്ളവരൊക്കെയാണ് നിൻ്റെ ഇതൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വരില്ല, ചർച്ചിലേക്കും വരില്ല, എനിക്ക് സാക്ഷി പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളി എന്ത് ചെയ്തും വിടില്ല. 5:30 നിന്നിട്ട് ഒരു 8:30 വരെ പുള്ളി എന്നെ വിടാതെ വിഴുന്നിട്ട് ഞാൻ എനിക്ക് എങ്ങും പോകാൻ പറ്റാതെ വന്നു. പുള്ളിയുടെ ഇപ്പോൾ പാസ് പറഞ്ഞ പോലെ നിരന്തരം ശല്യം കാരണം ഞാൻ തീരുമാനിച്ചു ഒറ്റ പ്രാവശ്യം വരാം, നീ എന്നെ ഇതില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ പിന്നെ വരാം, പിന്നെ എന്നോട് എണിച്ച് നിന്ന് സാക്ഷ്യം പറയാൻ അവിടുത്തെ കാര്യമൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അലമ്പ് കാണിക്കണൊക്കെ ചർച്ചിലുള്ളവരൊക്കെ വന്ന ചർച്ചിലുള്ളവരൊക്കെ തെറി പറയുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടും എന്നെക്കൊണ്ട് ഞാനവിടെ ആരാധനകളൊക്കെ നാട്ടുകാരൊക്കെ എന്നെയാണ് പിടിക്കുന്നത് അവിടെ നടത്താതിരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെയാണ്. എൻ്റെ ചേട്ടനൊക്കെ അതിനകത്താണല്ലോ ഒക്കെ എന്നെ ഒരു പേടിയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അപ്പോൾ ആരാധന ഒരു പാട്ട് തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ചെല്ലണത്. ആ പുള്ളിയും അത് കാരണം എൻ്റെ ഒപ്പം തന്നെ വന്നു. ഞാനീ പാട്ട് തുടങ്ങിയപ്പോൾ ഈ പാട്ടിലൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും എന്തോ ഒരു ഇതുപോലെ എനിക്ക് പിന്നെയും തോന്നി. ആ പാട്ടൊക്കെ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുവായുണ്ടായി. പിന്നെ ഈ ധ്യാനകേന്ദ്രത്തിൽ പറഞ്ഞ ആരോടെന്തെങ്കിലുമൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആലോചിച്ചിട്ട് ആരും ഒന്നും ക്ഷമിക്കാനായിട്ടൊന്നും ഓർമ്മയിൽ വരുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനാ നേരെ ഇരിക്കണ ദൈവദാസനെ തല്ലിയത് അത് മാത്രം എൻ്റെ ഈ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരുന്നുള്ളൂ. വേറെ ആരുടെയും ഇതിൻ്റെ ഇതൊന്നുമല്ല. കാരണം ഇഷ്ടംപോലെ പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൈസ കിട്ടാനുള്ളവരുടെയൊക്കെ വീട്ടിൽ പോയി വെളുപ്പിനെയൊക്കെ പോയിരുന്ന് മദ്യപിച്ച് അവരുടെ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട്. പെമ്മക്കളുള്ളവരുടെ വീട്ടിൽ പോയി ഒക്കെ ബഹളം ഉണ്ടാക്കി അവർ കാശ് തരാനുള്ളവരൊക്കെ ഞാൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ഓർമ്മയിലേക്കൊന്നും വരുന്നില്ല എന്നല്ല. അതൊക്കെ പിന്നെ ഇതാണ്. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോൾ എനിക്കൊരു ഇത് വന്നു, എനിക്ക് മനസ്സിൽ ഇത് തോന്നി, ഈ ദേവദാസനോട് ഒരു മാപ്പ് പറഞ്ഞണം എന്നുള്ളൊരു മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. അപ്പോൾ ഇങ്ങനെ സാക്ഷ്യം പറയാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാനിങ്ങനെ പറഞ്ഞ് എനിക്ക് ഈ ദേവദാസനോട് ഒരു മാപ്പ് പറയാണ്ട്, എനിക്ക് ദേവദാസനെ തല്ലിയതും ഓടിച്ചിട്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ദേവദാസനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ദേവദാസൻ ഭയങ്കര കരച്ചിലായി. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു വിഷമം വന്നു. അപ്പോൾ സഭ മൊത്തവും ഭയങ്കര കരച്ചിൽ. അപ്പോൾ അത് എന്തെന്നില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഒരു ഫ്രീ ആയി, ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച് ഇതെങ്ങും പോകാത്ത കിട്ടാതെ ഈ സന്തോഷം ഇവിടെയാണെങ്കിൽ തുടർന്നും ഈ എന്താണ് തുടർന്ന് ഈ ചർച്ചിലെന്താ ആരാധനയ്ക്ക് വന്നുകൂടാ ഞാൻ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, ഞാൻ തുടർന്നും ആരാധനയ്ക്ക് വരുമെന്ന് ഞാൻ സ്വയത്തിൽ തന്നെ ഞാനൊരു തീരുമാനമെടുത്തു. പിന്നത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നെ കൊണ്ടുവന്ന ആൾ ഇച്ചിരി ആളാണ്. പക്ഷേ പുള്ളി എന്നെ വിട്ടില്ല. എല്ലാ ദിവസവും വൈകുന്നേരം പണി കഴിഞ്ഞ് 5 മണിക്ക് 4 മണിയാകുമ്പോൾ വിടി തുടങ്ങും. എന്നെ പുള്ളി കൂട്ടിക്കൊണ്ട് പോകും, ഓരോ മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകും. എന്നെ ബൈബിൾ ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത്. ആ പുള്ളി എനിക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് ചേർത്ത് പുള്ളി പാസ്റ്ററായി. പുള്ളി പഠിച്ച്. കാരണം ഞാൻ ഒന്നും എത്തിയില്ല. കാരണം ബൈബിൾ പഠിക്കുക ഇതുപോലെ പാസ്റ്റർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവിടെ വന്നിങ്ങനെ കേൾക്കും. പുള്ളി 3 വർഷമൊക്കെ എന്നെ കൊണ്ടുപോയി ഇരുത്തി. ഇങ്ങനെ ഒരു 2-3 എനിക്ക് BTHൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വരെ ഉണ്ട്. പക്ഷേ പഠിത്തമൊക്കെ കിടക്കാം. പക്ഷേ ആ പുള്ളി ഇന്ന് പാസ്റ്ററാണ്, ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. അപ്പോൾ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇത് പഠിക്കാൻ പറ്റി. ഞാനിങ്ങനെ ഇതായി. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ മദ്യപാനം നിർത്താനായിട്ട് എനിക്ക് ഭയങ്കര പറ്റാത്തൊരവസ്ഥ. കാരണം ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് നിർത്താൻ പറ്റാത്ത കാരണം ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ പൈസയൊക്കെ തന്നെ ബാറിലൊക്കെ വെച്ചാണ് തന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഡൻസി വരാം. അപ്പോൾ ഞാനിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഈ ബാറൊന്ന് കൂട്ടിത്തരണം, ബാറൊന്ന് കൂട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ. കാരണം എൻ്റെ ഒട്ടബുദ്ധിയിലാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളൂ ഒന്ന് ഒരാഴ്ചയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര പ്രാർത്ഥനയും ബൈബിൾ വായനയൊക്കെ ഉറക്കമുളച്ച് 2 മണിക്കും 3 മണിക്കൊക്കെ ഇരുന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പം ഇങ്ങനെ ഞാനിരുന്ന് ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു ഇലക്ഷൻ വന്നപ്പോഴത്തേനും ഈ ബാറൊക്കെ പൂട്ടി. അപ്പോൾ 4 ദിവസത്തേക്കാണ് ബാർ പൂട്ടിയത്. ഈ 4 ദിവസം ഞാൻ ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഈ ബാർ ഇനി തുറക്കരുതെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്. കൃപയറിയാല 2013 കാലഘട്ടങ്ങളിൽ ബാർ എനിക്ക് വേണ്ടിയാണ് 5-6 മാസത്തേക്ക് അങ്ങാണ്ട് അടച്ചിട്ടു. പക്ഷേ എന്നോട് ശക്തമായ ആൾക്കാർ പറഞ്ഞു, നീ ഇത് നേരത്തെ അറിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് നീ ഇതിനകത്ത് ബന്ധുക്കോസിലേക്ക് പോയതും ഈ വെള്ളം കൂടി നിർത്തിയാന്നൊക്കെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. പക്ഷേ ആ ഒരു അനുഭവം എന്നെ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ എനിക്ക് കാരണം നിരന്തരമായ ഈ വചനം കേൾവി ധ്യാനവുമായിട്ട് എനിക്ക് ഈ മദ്യത്തോടുള്ള ആസക്തി വിട്ടുപോയി. ദൈവത്തോടുള്ള സ്നേഹം പിന്നെയും എനിക്ക് വർദ്ധിച്ചു. ഇതുവരെയും എനിക്കൊരു ആരാധന ഇതുവരെയും മുടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇതുവരെയും എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോവുകയും എൻ്റെ വിവാഹം നടക്കാനായിട്ട് പല പ്രശ്നങ്ങളൊക്കെ വന്നു.
കൊല്ലംകോടി ചർച്ചിൽ രാധിക എന്ന് പറയുന്ന സഹോദരി ഹിന്ദുവാണ്. എൻ്റെ അമ്മ യാക്കോയിറ്റാണ്. അപ്പോൾ അമ്മയുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ യാക്കോയിറ്റ് ഇത് വിശ്വാസത്തിൽ വന്നവരെ വേണം വിവാഹം കഴിക്കാൻ, പിന്നെ ഇതാവണം, വെളുത്ത ഒരാളായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പോൾ ഇതൊക്കെ നടന്നു പോയിട്ട് ഒരു കല്യാണം നടക്കണില്ല. പക്ഷേ കല്യാണമൊക്കെ എല്ലാം ഇഷ്ടപ്പെടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഈ കേസിൻ്റെ കാര്യം ശിക്ഷാപ്രതിയാണെന്ന് പറയുമ്പോൾ എനിക്ക് 7 വർഷം ശിക്ഷ കിട്ടിയായിരുന്നു. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, 10-20 വർഷത്തിലേറെയായി. അതിൻ്റെ ഇതിൽ നടക്കുന്നതുകൊണ്ട് ഇത് കാര്യം പറയുമ്പോഴത്തേനും നമുക്ക് നുണ പറഞ്ഞ് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കാര്യം പറയുമ്പോൾ അത് മാറിപ്പോവാണ്. പക്ഷേ ഇങ്ങനെ ഒരു കൊല്ലംകോട് ഈ കുരിക്കാട് സഭയിൽ നിന്ന് പോയ ഒരു ദേവദാസൻ ഈ കൊല്ലംകോട് സഭയിൽ പോയായിരുന്നു. ആ ദാസൻ മുഖാന്തരം ഒരു രാധിക രക്ഷിക്കപ്പെട്ടിരുന്നു. ആ വീട്ടിൽ ഈ മോള് മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. അവിടുത്തെ എന്ന് വെച്ചാൽ ഒരു തമിഴ്നാട് ഇതിനോട് അതിർത്തി ആയതുകൊണ്ട് നമ്മൾ ഒരു കൾച്ചറൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ഒത്തുചേരാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഒരു വിവാഹം നടക്കണില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്നെ നിരന്തരമായ വിളി. അപ്പോൾ ഇങ്ങനെ ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ പോയില്ല. കാരണം അമ്മയുടെ അടുത്തേക്കാണല്ലോ കൊണ്ടുവരേണ്ടത്. അത് കാരണം പിന്നെ പോയില്ല. പക്ഷേ നമ്മുടെ ആലോചന നടക്കുന്നത് 3 വർഷമായിട്ടൊരു 100 ആലോചനകൾ പോയി കാണുകയും ഈ 100 പേരെ അടുത്ത് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ആ കല്യാണമൊന്നും നടന്നില്ല. അതെല്ലാം കമ്പ്യൂട്ടറിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ രാധിക എന്ന് പറഞ്ഞ ഒരു 10-20 ദേവദാസന്മാർ മുഖാന്തരം മാറി മാറി വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ ഡിമാൻഡ് പറഞ്ഞോളൂ, ഈ കേസിൻ്റെ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ ശിക്ഷ കിട്ടും, ചിലപ്പോൾ ജയിലിൽ പോകാൻ ചാൻസ് ഉണ്ട്, താല്പര്യമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ദേവദാസനിങ്ങനെ ആ അപ്പനും ആങ്ങളയോടും ഒരു അനിയത്തിയോടും പറഞ്ഞില്ല, അമ്മയും മോളോട് പറഞ്ഞു. അമ്മ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചർച്ചിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കല്യാണം നടക്കാത്ത കാരണം ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു കൊച്ചായിരുന്നു. ആ കൊച്ച് പറഞ്ഞ് പോലീസുകാരെ പോലും വരെയും കാണാത്ത. പക്ഷേ ആ കൊച്ച് സമ്മതിച്ചു. പക്ഷേ ഇതുവരെയും ഒരു കുഴപ്പമില്ല. ആ വീട്ടുകാർക്ക് ഇപ്പോഴും എന്താണ് അപ്പനും ആങ്ങളയ്ക്കും അനീതിക്കും ഒന്നും അറിയില്ല എനിക്കൊരു കേസുണ്ടെന്നും. ഞാൻ പിന്നെ ഇത് പറയാൻ വയ്യ. കഴിഞ്ഞ ദിവസം ആ കേസിൻ്റെ ഇത് വന്നു. പക്ഷേ കോടതിയിൽ നിന്ന് വന്നു, ഇതിൻ്റെ പേപ്പറൊന്നും കാണാനില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുതരാം. ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കേസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടും അതിൻ്റെ ആ അടിച്ച ആളുടെ തല പൊട്ടിയതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ആഴത്തിൽ മുറിവിൻ്റെ സർട്ടിഫിക്കറ്റും ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കാൻ പറഞ്ഞു. പക്ഷേ കോടതി ഹാജരാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു. പിന്നെ ആ കേസിൻ്റെ വിളി പിന്നെ വന്നിട്ടില്ല. എങ്ങനെയാണെന്നറിയില്ല. ഇപ്പോഴും ഞങ്ങൾ കുടുംബമായി സന്തോഷമായിട്ട് പോകുന്നു. ഇതുപോലെ തന്നെ ദേവദാസന്മാരുടെ കൂടെ പല പ്രവർത്തനങ്ങൾക്കും ഒക്കെ പോകുന്നു. കാരണം ഞാൻ വാടകയ്ക്കാണ്, വണ്ടി ഓടിക്കുന്നു, ജീവനമാർഗമുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനൊരു പ്രവർത്തനം ഇങ്ങനെയൊന്ന് വരുമ്പോഴൊന്നും ഞാനൊന്നും എൻ്റെ കുടുംബമോ എൻ്റെ ജോലിയോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ഇറങ്ങി ഈ ദൈവത്തിന് വേണ്ടി നിൽക്കും. പക്ഷേ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു. ഇന്നുവരെയും എനിക്കൊരു കുറവും വരുത്താതെ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. നന്ദി. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. വളരെ ഒരു ജീവനിട്ടതായ ഒരു സാക്ഷ്യം.